ഗാസ മുൻപിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ കൗണ്ടർ ഇന്റലിജൻസ് ഡയറക്ടറേറ്റിന്റെ തലവനായിരുന്ന അംജദ് മുഹമ്മദ് ഹസൻ ഷായർ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ സൈന്യം അറിയിച്ചു. ഹമാസിന്റെ ഭരണത്തിനെതിരായ എതിർപ്പടിച്ചമർത്തുക, ഭീകരസംഘടനയ്ക്കെതിരായ ചാരവൃത്തി തടയുക, ഗാസ മുൻപിലും പുറത്തുമുള്ള തീവ്രവാദ സംഘടനയുടെ മുതിർന്ന ഉദ്യോഗസ്ഥരെയും സ്വത്തുക്കളെയും സുരക്ഷിതമാക്കുക എന്നിവയ്ക്ക് ഹസൻ ഉത്തരവാദിയാണെന്ന് ഇസ്രയേൽ സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞു. ഹമാസ് ഭീകരസംഘടനയുടെ പൊതുസുരക്ഷാ സംവിധാനത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് കൗണ്ടർ ഇന്റലിജൻസ് ഡയറക്ടറേറ്റ്. ഇസ്രായേൽ രാജ്യത്തിനെതിരെ ഭീകരാക്രമണങ്ങൾ നടത്തുന്നതിലും തീരുമാനമെടുക്കുന്നതിലും മുതിർന്ന ഹമാസ് ഉദ്യോഗസ്ഥരെ സഹായിക്കുന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് കൗണ്ടർ ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് പ്രധാന പങ്ക് വഹിച്ചിരുന്നതായും IDF പറഞ്ഞു. അതേസമയം കഴിഞ്ഞ ദിവസം ഗാസയിലുടനീളമുള്ള ഡസൻ കണക്കിന് ഹമാസ് കേന്ദ്രങ്ങൾ ഇസ്രായേൽ വ്യോമസേന ആക്രമിച്ചതായി IDF പറഞ്ഞു. ഇവയിൽ ഓപ്പറേറ്റീവ് സെല്ലുകൾ, തീവ്രവാദ ഗ്രൂപ്പുകൾ ഉപയോഗിക്കുന്ന കെട്ടിടങ്ങൾ, തുരങ്കങ്ങൾ, ആയുധശേഖരണങ്ങൾ, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയും ഉൾപ്പെടുന്നു. 5 ഡിവിഷനുകൾ ഗാസ മുൻപിലുടനീളം കരസേനാ പ്രവർത്തനങ്ങൾ തുടരുന്നതിനിടെയാണ് ആക്രമണങ്ങൾ. 98-ാം ഡിവിഷൻ ഗാസ സിറ്റിയിൽ തങ്ങളുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിച്ചതായും സൈന്യം പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.